ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് മുട്ടയും കൊണ്ടൊരു പുതിയൊരു ഡിഷാട്ടോ. പുതിയ ഡിഷാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ദാ പിടിച്ച റെസിപ്പി നമ്മുടെ മൺചട്ടി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ മീൻ കറി വെക്കണ ഏത് ചട്ടിയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൺചട്ടിയിലാണ് വെക്കുക. നമ്മൾ മീൻ കറിക്ക് വേണ്ട കൂട്ടുകളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ റെസിപ്പി അമ്മ കുറച്ച് ദിവസമായി ഉണ്ടാക്കണം എന്നൊക്കെ പറയണു. പക്ഷെ അമ്മ ഒറ്റയ്ക്കുള്ള കാരണം അമ്മ ഇങ്ങനെ കൂട്ടാനൊന്നും വെക്കാറില്ല. അപ്പം ഞാൻ ഉണ്ണിയൊക്കെ ചെന്നപ്പോൾ അമ്മ വെച്ചതാട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അരപ്പിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് എരിവിന് വേണ്ട കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിൻ സാധനം നമ്മുടെ ഓംപ്ലേറ്റ് ആണ്. 3 മുട്ട എടുത്തിട്ട് നമ്മൾ നല്ല കുറച്ച് കനത്തിൽ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നുറുക്കി വെച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു തക്കാളി ഇട്ടു. നമ്മുടെ അവിടെ തക്കാളി ഉണ്ടായില്ല, ഒരു തക്കാളി ഉണ്ടായുള്ളൂ. അതുകൊണ്ട് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് അരപ്പൊഴിച്ചു. അഥവാ തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾ 2-3 തക്കാളി ഇട്ടാൽ മതി, പുളി പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ അരപ്പ് നന്നായിട്ട് അതിലേക്ക് ഒഴിച്ചു. ജസ്റ്റ് ഒന്ന് തിള വരട്ടെ. എല്ലാവരും ചെയ്യണ പോലെ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടി നീട്ടി നമ്മുടെ ചാറിന് വേണ്ട ഒരു ഗ്രേവിക്ക് വേണ്ട രീതിയിലാക്കിയിട്ട് അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ കറി ആദ്യമായിട്ട് കഴിക്കണം. ഉണ്ടാക്കുമ്പോൾ എനിക്കിത് ഫ്ലോപ്പ് ആവോ ഇല്ലേ എന്നൊക്കെ ഒരു പേടി ഉണ്ടായി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മീൻ കറിയൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് തന്നെയായിരുന്നു. കാരണം അരപ്പ് അതായിരുന്നല്ലോ സെയിം. മീനിന് വരെ നമ്മൾ മുട്ട ഇട്ട് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ വെറൈറ്റി ഫുഡൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ ഒരു മീൻ കറി വെക്കണ പോലെ തന്നെ. നമ്മൾ പുളി ഒഴിക്കണ്ട. പുളി നമ്മൾ തക്കാളി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പുളിയാണ് ഒഴിച്ചിട്ടുള്ളൂ. തക്കാളി ഉള്ളവർ അതന്നെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ മുട്ട മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.